ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കഷ്ടങ്ങൾ വരുമ്പോൾ അത് ഞാൻ ചെയ്ത ഏതോ പാപത്തിനുള്ള ദൈവശിക്ഷയാകുന്നു എന്ന് ചിന്തിച്ച് മനസ്സിൽ കാണുന്ന സകല പാപങ്ങളും ഏറ്റുപറഞ്ഞിട്ടും കഷ്ടത കൂടിക്കൂടി വരുമ്പോൾ ഇനിയും എന്തോ മറച്ചു വച്ചിരിക്കുന്നതിനാലാകുന്നു ഈ കുഴപ്പങ്ങൾ എന്ന് പറഞ്ഞ് മറ്റുള്ളവർ നമ്മെ പീഡിപ്പിക്കുന്നത് എത്ര ക്രൂരമാകുന്നു. കരുണയോടും കരുതലോടും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കേണ്ട സ്ഥാനത്ത് കുറ്റപ്പെടുത്തുവാൻ ശ്രമിക്കുന്നവർ തീർച്ചയായും സ്വാർത്ഥ ലക്ഷ്യങ്ങളോടെയാകുന്നു അത് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി അവരെ ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മുടെ ദൈവം ജീവിതത്തിൽ അനുവദിക്കുന്ന സകലത്തിനും അവനൊരു ഉദ്ദേശമുണ്ട്. അതെപ്പോഴും നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നത് മാത്രമാകണമെന്നില്ല. ഞാനിത് പറഞ്ഞത് ഇയ്യോബിൻ്റെ ജീവിതത്തിൽ അവനുണ്ടായ അനുഭവത്തിൽ നിന്നുമാണ്. ഇയ്യോബിൻ്റെ കഷ്ടതയിൽ ആശ്വസിപ്പിക്കുവാൻ വന്ന സ്നേഹിതന്മാർ 3 പേരും ഒരു വട്ടം സംസാരിച്ചത് നാം കണ്ടു കഴിഞ്ഞു. അതിനുള്ള മറുപടി ഇയ്യോബ് കൊടുക്കുന്നതാണ് ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത്. ഇയ്യോബും വിട്ടുകൊടുക്കുന്നില്ല. ഇയ്യോബിൻ്റെ പുസ്തകം 11-ാം അധ്യായം വരെ നാം ചിന്തിച്ചു കഴിഞ്ഞല്ലോ. ഇന്ന് 12, 13 അധ്യായങ്ങൾ നാം ഒരുമിച്ച് പഠിക്കുകയാണ്. ആ ഭാഗം എടുത്താട്ട് ഇയ്യോബിൻ്റെ പുസ്തകം 12-ാം അധ്യായം. ഇയ്യോബിൻ്റെ സ്നേഹിതന്മാർ 3 ഒരു വട്ടം ഇയ്യോബിനോട് സംസാരിച്ചു കഴിഞ്ഞു. അവരുടെ സംവാദത്തിൻ്റെ ആദ്യത്തെ ഒരു വട്ടം ഉപസംഹരിക്കുന്നതാണ് ഇയ്യോബിൻ്റെ ഈ ദീർഘമായ മറുപടിയോട് നാം കാണുന്നത്. ഇയ്യോബ് ജീവിച്ചിരുന്ന കാലത്ത് ആളുകൾ ഈ വിധത്തിലുള്ള വാദപ്രതിവാദങ്ങൾ കേൾക്കുവാൻ ഒരുമിച്ച് കൂടിയിരുന്നു. ബുദ്ധിജീവികളുടെ ഡയലോഗ്. ഇന്ന് കായികാഭ്യാസങ്ങളിലാണ് മനുഷ്യർക്ക് കൂടുതൽ താല്പര്യം. 12-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുമ്പോൾ വീണ്ടും ആ സംവാദം തുടരുന്നതായി കാണുവാൻ സാധിക്കും. 12-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ട്. അതിന് ഇയ്യോബ് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, ഓഹോ, നിങ്ങളാകുന്നു വിദ്വജ്ജനം, നിങ്ങൾ മരിച്ചാൽ ജ്ഞാനം മരിക്കും. ഇതൊരു കുത്തുവാക്കാണ്, അല്പം കടത്തി വെട്ടിയിരിക്കുകയാണ്. ഇയ്യോബ് പറയുന്നത്, നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ കൈവശം എല്ലാത്തിനും ഉത്തരമുണ്ട് എന്നത്രേ. നിങ്ങളാകുന്നു വിദ്വജ്ജനം, നിങ്ങൾ പോയാൽ ജ്ഞാനം പോകുമെന്നാണ് തോന്നുന്നത്. ഇയ്യോബ് ഒരു മരമണ്ടനും തങ്ങൾ മഹാമിടുക്കന്മാരും എന്ന ഭാവത്തിലാണ് സ്നേഹിതന്മാർ സംസാരിക്കുന്നത്. ഈ മനോഭാവം വളരെ തെറ്റായിട്ടുള്ളതാണ്. നിങ്ങളെപ്പോലെ എനിക്കും ബുദ്ധിയുണ്ട്, നിങ്ങളെക്കാൾ ഞാൻ അധമനല്ല, ആർക്കാകുന്നു ഈ വക അറിഞ്ഞുകൂടാത്തത്? 3-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. അവർക്കറിയാവുന്നതൊക്കെ ഇയ്യോബിനും അറിയാം. ഇവിടുത്തെ പ്രശ്നം എന്തെന്നാൽ അവർ യഥാർത്ഥ സാഹചര്യത്തിന് ചേരുന്നതല്ല സംസാരിച്ചത്. അവർക്ക് തോന്നിയതൊക്കെ സംസാരിച്ചു. ഈ സംവാദത്തിൽ പ്രധാനപ്പെട്ടതായി ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്കത് ശ്രദ്ധിക്കാവുന്നതാണ്. ഇയ്യോബിനെ സ്വയം വിധിക്കുന്നതിലേക്ക് നയിക്കുന്നതിന് പകരം ഈ 3 സ്നേഹിതർ ഇയ്യോബ് സ്വയം രക്ഷിക്കുന്ന, അല്ലെങ്കിൽ അവൻ സ്വയരക്ഷയ്ക്ക് ശ്രമിക്കുന്ന ഒരവസ്ഥയിൽ അവനെ കൊണ്ടെത്തിക്കുക മാത്രമാണ് ചെയ്തത്. ഞാൻ വീണ്ടും പറയട്ടെ, ഇയ്യോബിനെ സ്വയം വിധിക്കുന്നതിലേക്ക് നയിക്കുന്നതിന് പകരം ഈ 3 സ്നേഹിതർ ഇയ്യോബ് സ്വയരക്ഷയ്ക്ക് ശ്രമിക്കുന്ന ഒരവസ്ഥയിൽ അവനെ കൊണ്ടെത്തിക്കുക മാത്രമാണ് ചെയ്തത്. വേറെ വിധത്തിൽ പറഞ്ഞാൽ അവർ ഇയ്യോബിൻ്റെ മേൽ ഒരാക്രമണം തന്നെ അഴിച്ചുവിട്ടു. അത് തന്നെ ന്യായീകരിക്കുന്നതിലേക്ക് ഇയ്യോബിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നതായിരുന്നു. അവർ അവനെ പ്രകോപിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. അനേകരും ഈ പറഞ്ഞതുപോലെ ചെയ്യാറുണ്ട്. ഒരാളിൽ അനുതാപം ഉളവാക്കുന്ന വിധത്തിൽ സംസാരിക്കാതെ പ്രകോപനപരമായി കുറ്റപ്പെടുത്തുന്നതിനാൽ കഠിനഹൃദയരാക്കുന്ന പ്രവണത. ഈ രംഗത്ത് അവർ ദൈവത്തെ കാണിച്ചു കൊടുക്കുന്നില്ല. അവർ കരുണാമയനായ ഒരു ദൈവത്തെക്കുറിച്ച് സംസാരിച്ചില്ല, കൃപാലുവായ ഒരു ദൈവത്തെക്കുറിച്ച് പറഞ്ഞില്ല. പിന്നെയോ നിയമം നടപ്പാക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് അവർ പറഞ്ഞത്. അവൻ നിയമം നടപ്പാക്കുന്ന ദൈവമാണെങ്കിൽ തന്നെ അവൻ കരുണാസമ്പന്നനും കൃപാലുവുമായ ദൈവം കൂടിയാകുന്നു. അവർ അനുഭവവും പാരമ്പര്യവും നിയമവും ഒക്കെ കൊണ്ടുവന്നു, എന്നാൽ അവർ സത്യത്തെ കൊണ്ടുവന്നില്ല. ഇയ്യോബിനെതിരെയുള്ള കുറ്റം ചുമത്തൽ അവർ കൊണ്ടുവന്നപ്പോൾ അത് തന്നെ ന്യായീകരിക്കുവാനും താൻ ശരിയാകുന്നു എന്ന് പ്രഖ്യാപിക്കുവാനും ഇയ്യോബിനെ നിർബന്ധിതനാക്കി. തന്നെ ഇയ്യോബ് ന്യായീകരിക്കുവാനായി തുടങ്ങിയ നിമിഷം അവൻ ദൈവത്തെ നീതീകരിക്കുകയല്ല ചെയ്യുന്നത്. അതായത് ദൈവത്തെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്.
ഇതുവരെ നാം കണ്ട ഭാഗം വായിച്ചാൽ തോന്നും ദൈവം തെറ്റാണെന്നും അവനെയാണ് വിമർശിക്കേണ്ടതെന്ന് ഇയ്യോബ് പറയുകയാണെന്നും. സ്വയരക്ഷയ്ക്ക് വേണ്ടി ശ്രമിക്കുന്ന ഏതൊരു വ്യക്തിയും ദൈവത്തെ മറന്നായിരിക്കും സംസാരിക്കുന്നത് സുഹൃത്തെ. ഇന്ന് അനേകരും വിശ്വാസികൾ പോലും സ്വീകരിക്കുന്ന ഒരു നിലപാടാണ് ഈ പറഞ്ഞത്. ഈ സ്നേഹിതർ തങ്ങളുടെ ഇടപെടലിനാൽ ഇയ്യോബ് തന്നെത്താൻ വിധിക്കുന്നതിനും ദൈവം പ്രവർത്തിക്കുന്നതിനായി അനുവദിക്കുന്നതിനുമുള്ള ഒരവസരമായിരുന്നു ഉണ്ടാക്കേണ്ടിയിരുന്നത്. ഈ വലിയ സത്യത്തെ വെളിപ്പെടുത്തുവാനാണ് ദൈവം ഈ സംവാദം മുഴുവനും തൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവിക സാന്നിധ്യത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഉണ്ടാകുന്ന ആ യഥാർത്ഥ മനസ്താപവും താഴ്മയും ഇയ്യോബിലില്ല എന്ന്, അല്ലെങ്കിൽ അതിൽ നിന്നും എത്ര അകലത്തിലാകുന്നു എന്ന് ഇയ്യോബിൻ്റെ വാക്കുകൾ വ്യക്തമാക്കുന്നു. എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് പറഞ്ഞ പൗലോസിൻ്റെ ആ അവസ്ഥയിലേക്ക് അവൻ്റെ സ്നേഹിതർ അവനെ ഒരിക്കലും കൊണ്ടുവന്നില്ല. തൻ്റെ തന്നെ മഹത്വം ഉയർത്തി കാണിക്കുവാനാണ് ഇയ്യോബ് ശ്രമിച്ചത്. ഞാനാകുന്നത് കൃപയാലത്രേ എന്നവന് പറയുവാൻ കഴിഞ്ഞില്ല. തങ്ങൾ ആരാകുന്നു എന്നതിനെക്കുറിച്ചും തങ്ങൾ ചെയ്തതിനെക്കുറിച്ചും തങ്ങൾ കൊടുക്കുന്നതിനെക്കുറിച്ചുമൊക്കെ പുകഴുന്ന അനേകം വിശ്വാസികളുണ്ട്. അവരുടെ സംസാരം കേട്ടാൽ തോന്നും ഈ ദൈവം വാങ്ങുവാൻ മാത്രം ഇരിക്കുന്നവനും അവർ കൊടുക്കുന്നവരുമാകുന്നു എന്ന്. തങ്ങളില്ലായിരുന്നെങ്കിൽ ദൈവം എന്തു ചെയ്തേനേയും എന്ന വിധത്തിലാണ് അവരുടെ സംസാരം. ദൈവത്തെക്കാൾ കൂടിയവരാണെന്ന് ചിന്തിക്കുന്ന പ്രകൃതം. നാം സ്വയം വിധിക്കുകയും ദൈവം നീതിമാനെന്ന് സമർത്ഥിക്കുകയും ചെയ്യാത്തിടത്തോളം നാം ദൈവത്തിനായി ശരിക്കല്ല സാക്ഷിക്കുന്നത്. എന്തെല്ലാം കാണിച്ചു കൂട്ടിയാലും നമ്മുടെ ജീവിതം കൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നില്ല എങ്കിൽ തീർച്ചയായും നാം ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. ഒരുപാട് നമുക്ക് ചെയ്യുവാൻ സാധിച്ചു വന്നേക്കാം, എന്നാൽ അതിലെല്ലാം ദൈവം ഉയർത്തപ്പെടണം. ഈ ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ അതിമഹത്തായ ഒരു പാഠമാകുന്നു ഇത്. ഇന്ന് അനേകരും തങ്ങളെ തന്നെ ഉയർത്തുവാനാണ് ശുശ്രൂഷ ചെയ്യുന്നത് പോലും. ഈ അവസ്ഥ മാറണം എന്നത്ര ഞാൻ പറഞ്ഞത്. 4-5 വാക്യങ്ങളൊന്ന് നോക്കിക്കാട്ടെ. ദൈവത്തെ വിളിച്ചുത്തരം ലഭിച്ച ഞാൻ എൻ്റെ സഖിക്ക് പരിഹാസ വിഷയമായി തീർന്നു. നീതിമാനും നിഷ്കളങ്കനുമായവൻ തന്നെ പരിഹാസ വിഷയമായി തീർന്നു. വിപത്ത് നിന്ദ്യം എന്ന് സുഖിയൻ്റെ വിചാരം. കാൽ ഇടറുന്നവർക്ക് അത് ഒരുങ്ങിയിരിക്കുന്നു. ഗുരുതരമായ രോഗം ബാധിച്ച ഒരു മനുഷ്യനാണ് ഇയ്യോബ്. എന്നാൽ അവൻ ഈ 3 മനുഷ്യർക്കൊപ്പം നിൽക്കുന്നു. അവൻ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. അവൻ അവരോട് പറയുന്നത്, നിങ്ങൾ എന്നെ ആശ്വസിപ്പിക്കാവുന്ന ഒരു സ്ഥാനത്താണ്. എനിക്ക് ഉപദേശം തരുവാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ ഞാൻ വഴുതുന്നു, ഞാൻ ഇടറുന്നു, വീഴുവാൻ പോകുന്നു. നിങ്ങൾക്കോ എനിക്ക് തരുവാൻ വാക്കുകളൊന്നുമില്ല. പുറമെ ഒരു ശുശ്രൂഷയായി തോന്നുമ്പോൾ തന്നെ ഉപജീവനാർത്ഥമുള്ള ഒരു തൊഴിൽ പോലെ ആ മനോഭാവത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? രോഗിയായ ഒരു സഹോദരനെ സന്ദർശിക്കുവാനായി ഞാൻ ആശുപത്രിയിലേക്ക് ചെന്നിരിക്കട്ടെ. ഒരുപക്ഷെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്ക് ഞാൻ അയാളുടെ തോളിൽ തട്ടിയിട്ട് പറയും, ദൈവം താങ്കളോട് കൂടെ ഇരിക്കും. എന്നിട്ട് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറയും, ദൈവം നിങ്ങളെ നടത്തും. ഇത്രയും പറഞ്ഞിട്ട് ഞാൻ പുറപ്പെട്ടു പോകും. എന്നാൽ രോഗത്തിന് ചികിത്സിക്കാനായി ഞാൻ ആശുപത്രിയിലേക്ക് ചെന്നപ്പോൾ എന്നെ സന്ദർശിക്കുവാൻ വന്നവർ എന്നോടൊപ്പം പ്രാർത്ഥിച്ചിട്ട് മടങ്ങിപ്പോയി. ഞാനോ ഇറങ്ങിപ്പോയില്ല. ഞാൻ അവിടെ തന്നെ തങ്ങി. പ്രിയ സുഹൃത്തെ, അങ്ങനെയാകുന്നത് വ്യത്യസ്തമായൊരവസ്ഥയാണില്ലേ? അപ്പോൾ ആകുന്നു ആശ്വസിപ്പിക്കുന്നതിൻ്റെ വില നാം അറിയുന്നത്. അതത്ര ഇയ്യോബിന് ആവശ്യമായിരുന്നത്. 12-ാം അധ്യായത്തിൻ്റെ ബാക്കി ഭാഗത്ത് ഇയ്യോബ് പറയുന്നത് അവൻ്റെ സ്നേഹിതർക്ക് ഈ പറഞ്ഞതുപോലെ കൂടിയൊരു ജ്ഞാനമൊന്നും ഇല്ല എന്നത്രേ. ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് മാത്രമല്ല എന്ന്. മനുഷ്യൻ്റെ കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തി കൂടി ഇയ്യോബിനറിയാം. ഇയ്യോബ് ഇനിയും കൈപ്പോടും കുത്തുവാക്കുകൾ ഉപയോഗിച്ചുമാണ് സംസാരിക്കുന്നത്. അവൻ്റെ സ്നേഹിതന്മാർ അവനെ സഹായിക്കുന്നതേയില്ല. ദൈവത്തോട് നേരിട്ട് കാര്യങ്ങൾ ബോധിപ്പിക്കുവാൻ അവൻ അതിയായി വാഞ്ചിക്കുന്നു. 13-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അതിൻ്റെ 1-2 വാക്യങ്ങളിൽ ഇയ്യോബ് പറയുന്നത്, എൻ്റെ കണ്ണ് ഇതൊക്കെയും കണ്ടു, എൻ്റെ ചെവി അത് കേട്ട് ഗ്രഹിച്ചിരിക്കുന്നു. നിങ്ങൾ അറിയുന്നത് ഞാനും അറിയുന്നു, ഞാൻ നിങ്ങളെക്കാൾ അധമനല്ല. അവൻ്റെ സ്നേഹിതന്മാർ അവനോട് വിവരിച്ച എല്ലാ സത്യങ്ങളും അവനറിയാം. അവന് മുൻപ് അറിയുവാൻ പാടില്ലാതിരുന്ന ഏതെങ്കിലും പുതിയ കാര്യം അവർ അവനോട് പറഞ്ഞില്ല. അവർ അവനെ ഒരു വിധത്തിലും സഹായിച്ചുമില്ല. 3-ാം വാക്യം, സർവശക്തനോട് ഞാൻ സംസാരിപ്പാൻ ഭാവിക്കുന്നു, ദൈവത്തോട് വാദിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തൻ്റെ സ്നേഹിതന്മാരെ വിട്ടിട്ട് നേരിട്ട് ദൈവത്തോട് കാര്യങ്ങൾ പറയുവാൻ ഇയ്യോബ് ആഗ്രഹിക്കുന്നു. ദൈവവുമായി ഒന്ന് വാദിപ്പാൻ അവൻ ആഗ്രഹിക്കുന്നു.
ദൈവത്തിൻ്റെ കൃപയും കരുണയും ഇയ്യോബിനോട് പറയുവാനും ദൈവം അവനെ സഹായിപ്പാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയെന്നും ആരെങ്കിലും ഇയ്യോബിനോട് പറയുവാൻ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നുമുള്ള ഒരു പ്രഖ്യാപനമാണ് നാം ഇവിടെ കാണുന്നത്. 3-ാം വാക്യത്തിൽ നാം അതത്രേ കാണുന്നത്. 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങളോ ഭോഷ്ക് കെട്ടിയുണ്ടാക്കുന്നവർ, നിങ്ങളെല്ലാവരും പൊട്ടുവൈദ്യന്മാർ തന്നെ. തൻ്റെ സ്നേഹിതർ തനിക്കുള്ള പ്രശ്നം മനസ്സിലാക്കുവാനും അവനെ സഹായിക്കുവാനും കഴിയുന്നവർ ആയിരുന്നില്ല. അവരെ പൊട്ടുവൈദ്യന്മാർ എന്നാണ് വിളിച്ചിരിക്കുന്നത്. പ്രമേഹ രോഗവുമായി ചെന്ന ഒരു രോഗിയോട് ഡോക്ടർ പറയുന്നിരിക്കട്ടെ, ഇതിൻ്റെ പ്രതിവിധി താങ്കളുടെ ശ്വാസകോശം എടുത്തു മാറ്റുകയാണെന്ന്. അതുപോലുള്ളവരാണ് ഈ സ്നേഹിതന്മാർ. അവർ മൊത്തം വിഷയം കൈവിട്ട് കളഞ്ഞു. എന്തെങ്കിലും പറയുന്നതിനേക്കാൾ ഏറെ പ്രയോജനം ചെയ്യുന്നത് മിണ്ടാതിരിക്കുമ്പോഴാണെന്നത്ര ഇയ്യോബ് പറയുന്നത്. 6-7 വാക്യങ്ങളിൽ, എൻ്റെ ന്യായവാദം കേട്ടുകൊള്ളുവിൻ, എൻ്റെ അധരങ്ങളുടെ വ്യവഹാരം ശ്രദ്ധിപ്പീൻ. നിങ്ങൾ ദൈവത്തിനു വേണ്ടി നീതികേട് സംസാരിക്കുന്നുവോ? അവനു വേണ്ടി വ്യാജം പറയുന്നുവോ? ഇയ്യോബ് വാസ്തവത്തിൽ അവരോട് തിരിച്ച് സംസാരിക്കുകയാണ്. ഏതോ മഹാപാപം ഇയ്യോബ് ചെയ്തു എന്നും ദൈവം അവനെ ശിക്ഷിക്കുകയാണെന്നും ഈ സ്നേഹിതർ അവനെ കുറ്റപ്പെടുത്തുമ്പോൾ അവർ ദൈവത്തിനു വേണ്ടി വ്യാജം സംസാരിക്കുകയാണെന്നത്ര ഇയ്യോബ് പറയുന്നത്. അവർ വാസ്തവത്തിൽ ദൈവത്തെ പ്രതിനിധീകരിക്കുകയല്ല, അങ്ങനെ ആകുന്നു എന്നവർ അഭിനയിക്കുന്നുണ്ട്. അവർ ദൈവത്തിൻ്റെ പ്രതിനിധികളല്ല എന്ന് ഇയ്യോബിനറിയാം. ഇയ്യോബിനെ അവൻ വാസ്തവത്തിലായിരിക്കുന്ന സ്ഥാനത്ത് കൊണ്ടുവന്ന് കാണിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവർ അവനെ സഹായിക്കുകയാണെന്ന് പറയാം. മറിച്ച് അവർ അവനെ എതിർക്കുവാൻ മാത്രമാണ് പഠിപ്പിച്ചത്. എതിർക്കുവാൻ മാത്രമുള്ള പ്രേരണയാണ് അവനിപ്പോൾ ഉള്ളത്. ഫലമോ, അവൻ വാസ്തവത്തിൽ തനിക്ക് തന്നെ ഒരു നല്ല കൂടുണ്ടാക്കി അതിൽ സുരക്ഷിതനായിരിക്കുവാൻ ശ്രമിക്കുകയാണ്. ഇതെല്ലാം ദൈവത്തിന് മോശമായി തോന്നുന്നു. ഇതിലെല്ലാം കുറ്റപ്പെടുത്തേണ്ടത് ദൈവത്തെ ആകുന്നു എന്ന ധ്വനി ലഭിക്കുന്നത് പോലെയാകുന്നു ഇവിടുത്തെ വിഷയം. 8 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, അവൻ്റെ പക്ഷം പിടിക്കുന്നുവോ? ദൈവത്തിനു വേണ്ടി വാദിക്കുന്നുവോ? അവൻ നിങ്ങളെ പരിശോധിച്ചാൽ നന്നായി കാണുമോ? മർത്തിനെ തോൽപ്പിക്കും പോലെ നിങ്ങൾ അവനെ തോൽപ്പിക്കുമോ? ഗൂഢമായി മുഖദാക്ഷിണ്യം കാണിച്ചാൽ അവൻ നിങ്ങളെ ശാസിക്കും നിശ്ചയം. ദൈവത്തെ തെറ്റായി പ്രതിനിധീകരിച്ചതിന് അവൻ നിങ്ങളെ ശിക്ഷിക്കുവാൻ പോകുന്നു എന്ന് ഇയ്യോബ് പറയുന്നു. 11 മുതലുള്ള വാക്യങ്ങൾ, അവൻ്റെ മഹിമ നിങ്ങളെ ഭയപ്പെടുത്തുകയില്ലയോ? അവൻ്റെ ഭീതി നിങ്ങളുടെ മേൽ വീഴുകയില്ലയോ? നിങ്ങളുടെ ജ്ഞാപക വാക്യങ്ങൾ ഭസ്മവാക്യങ്ങളത്രേ. നിങ്ങളുടെ കോട്ടകൾ മൺകോട്ടകൾ തന്നെ. നിങ്ങൾ മിണ്ടാതിരിപ്പീൻ, ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. പിന്നെ എനിക്ക് വരുന്നത് വരട്ടെ. ഞാൻ എൻ്റെ മാംസത്തെ പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുന്നതും എൻ്റെ ജീവനെ ഉപേക്ഷിച്ച് കളയുന്നതും എന്തിന്? ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ ഇയ്യോബിൻ്റെ വിശ്വാസം അഭംഗമായി നിൽക്കുന്നു. തൻ്റെ സ്നേഹിതരുടെ ആക്രമണം ഇതിനോടകം ഇയ്യോബ് അനുഭവിച്ചു കഴിഞ്ഞു. ഇതിനകം സ്നേഹിതർ അപരിചിതർ പോലെ ആയിക്കഴിഞ്ഞു. 15-ാം വാക്യം, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, ഞാൻ എൻ്റെ നടപ്പ് അവൻ്റെ മുൻപാകെ തെളിയിക്കും. ഇതത്ര ഇയ്യോബിൻ്റെ വിശ്വാസത്തിൻ്റെ വലിയ പ്രസ്താവന. ഇയ്യോബിൻ്റെ സ്നേഹിതർ അവൻ്റെ മേൽ ഏതോ വലിയ പാപം ആരോപിക്കുകയാണ്. മ്ലേച്ഛമായ ഏതോ രഹസ്യ പാപം, അസാൻമാർഗികത്വമോ അവിശ്വസ്തതയോ, അങ്ങനെ ജഡത്തിൻ്റെ ഏതോ പാപം അവൻ്റെ മേൽ ഈ സ്നേഹിതർ ആരോപിക്കുകയാണ്. ഈ സ്നേഹിതന്മാർ പരോക്ഷമായി അതേക്കുറിച്ചാണ് ഈ പറയുന്നത്. ഈ പറഞ്ഞതുപോലെ ഒന്നിലും ഇയ്യോബ് തെറ്റുകാരനല്ല. എന്നാൽ ഇവിടെ നാം അവൻ്റെ പ്രശ്നത്തിൻ്റെ കാതലായ കാര്യം കാണുവാൻ ആരംഭിക്കുകയാണ്. ഇയ്യോബ് പറയുന്നത് അവൻ ദൈവസന്നിധിയിലേക്ക് ചെന്ന് തന്നെ തന്നെ അവിടെ ന്യായീകരിക്കും എന്നത്രേ. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. ഇത് ഒന്നാം തരം ഒരു പ്രസ്താവനയാണ്. എന്നാൽ അതിന് തൊട്ടുപുറകെ പറഞ്ഞത് ആദ്യത്തേതിൻ്റെ ഗുണം കൂടി നഷ്ടപ്പെടുത്തുന്ന വിധത്തിലായിപ്പോയി. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ദൈവസന്നിധിയിൽ പോയി താങ്കളുടെ കേസ് വാദിക്കുവാൻ, താങ്കളെ ന്യായീകരിക്കുവാൻ തുടങ്ങുന്ന അവസരം നിങ്ങൾ നിങ്ങളുടെ കേസിൽ തോൽക്കും. നിങ്ങൾ അവൻ്റെ മുൻപാകെ നിൽക്കുമ്പോൾ നിങ്ങൾ കുറ്റക്കാരനാകുന്നെന്ന് മാത്രമേ പറയുവാൻ കഴിയൂ. കാരണം അവന് നിങ്ങളെ അറിയാം. ഒരു വക്കീലിനെ കൊണ്ട് ദൈവസന്നിധിയിലേക്ക് ചെന്ന് അയാൾ ഏതെങ്കിലും സൂത്രത്തിലൂടെ നിങ്ങളെ കുറ്റവിമുക്തനാക്കുന്ന പരിപാടി സാധ്യമല്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി എന്നുള്ളത്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്നുള്ളത്, പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്നുള്ളതുമായ ദൈവിക പ്രമാണങ്ങൾ യാതൊരു വക്കീലിനും തിരുത്തുവാൻ കഴിയുകയില്ല സുഹൃത്തെ. ദൈവം അതിനെ മാറ്റുന്നില്ല. അതിൽ നിന്നും നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ സാമർഥ്യമുള്ള ഒരു വക്കീലും ഭൂമുഖത്തില്ല. മനസ്സലിവുള്ള ഔദാര്യമനസ്കനായ ഒരു ന്യായാധിപൻ്റെ മുൻപിലല്ല താങ്കൾ നിൽക്കുവാൻ പോകുന്നതും. ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനായ സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപാകെയാണ് താങ്കൾ നിൽക്കുവാൻ പോകുന്നത്. അവൻ്റെ മുൻപിൽ ഒരു കേസ് നിലനിർത്തുവാൻ ആർക്കും കഴിയുകയില്ല.
നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത് അവിടുത്തെ സന്നിധിയിലേക്ക് ചെന്ന് കുറ്റം ഏറ്റുപറഞ്ഞ് അവൻ്റെ കരുണയ്ക്കായി അവിടുത്തെ കോടതിയിൽ അപേക്ഷിക്കുക മാത്രമാണ്. അവനൊരു കൃപാസനമുണ്ട് എന്ന് താങ്കൾ കണ്ടുപിടിക്കും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം അതിന്മേലുള്ളതിനാലാണ് അതൊരു കൃപാസനമായിരിക്കുന്നത്. താങ്കളുടെ പാപത്തിൻ്റെ പിഴ ക്രിസ്തു കൊടുത്തു തീർത്തു. അതേ സുഹൃത്തെ, ശിക്ഷയിൽ നിന്നും താങ്കൾക്ക് വെളിയിൽ വരുവാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം ഈ പറഞ്ഞതാണ്. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. പതിനാറാം വാക്യത്തിൽ നാം കാണുന്നത്, വഷളൻ അവൻ്റെ സന്നിധിയിൽ വരികയില്ല എന്നുള്ളത് തന്നെ എനിക്കൊരു രക്ഷയാകും. ഇയ്യോബിൻ്റെ ആത്മാവിലേക്ക് പ്രകാശിക്കുന്ന വെളിച്ചം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാവുന്നതാണ്. അവൻ പറയുന്നത് എനിക്കൊരു രക്ഷയാകും എന്നത്രേ. ദൈവം നമ്മുടെ രക്ഷയാകുന്നു എന്നുള്ളത് പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും പഠിപ്പീരാകുന്നു എന്നുള്ളത് നാം ശ്രദ്ധിക്കണം. ദാവീദ് ഈ വസ്തുതയിൽ മുറുകെ പിടിച്ചു. കാരണം ദാവീദ് വളരെ മോശമായ ഒരു പാപം ചെയ്തു. അവൻ പാപത്തിൽ ജീവിച്ചില്ല, അല്ലെങ്കിൽ തുടർന്നില്ല എന്നതുറപ്പാണ്. എന്നാൽ അവനൊരു രക്ഷകനെ ആവശ്യമായിരുന്നു. 62-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാം വാക്യത്തിൽ ദാവീദ് പാടിയത്, അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയുമാകുന്നു, എൻ്റെ ഗോപുരം അവൻ തന്നെ, ഞാൻ ഏറെ കുലുങ്ങുകയില്ല. പോക്കറ്റിൽ കൊണ്ടു നടക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു നാണയം പോലെയല്ല രക്ഷ സുഹൃത്തെ. ദൈവമാകുന്നു രക്ഷ. ഇന്ന് രക്ഷ കർത്താവായ യേശുക്രിസ്തു ആകുന്നു. നിങ്ങൾക്കൊന്നുകിൽ അവനുണ്ട്, അല്ലെങ്കിൽ അവനില്ല. ഒന്നുകിൽ നിങ്ങൾ അവനെ ആശ്രയിക്കുന്നു, അല്ലെങ്കിൽ ആശ്രയിക്കുന്നില്ല. മറ്റ് വഴികളൊന്നും ഇല്ല സുഹൃത്തെ. നിങ്ങൾ ഒന്നുകിൽ ഒരു വശത്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ മറുവശത്താണ്. ഒന്നുകിൽ നിങ്ങൾ അവന് അനുകൂലമായി, അല്ലെങ്കിൽ പ്രതികൂലമായിരിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 4-ാം അധ്യായത്തിന് 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്ന്. മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായിട്ടുള്ളത് അവൻ മാത്രമാണ്. ഈ ചെറിയ പ്രകാശം അതിപുരാതന കാലത്ത് ജീവിച്ചിരുന്ന ഇയ്യോബിനുണ്ടായിരുന്നു എന്നത് എത്ര ആശ്ചര്യകരമായിരിക്കുന്നില്ലേ? 17-ാം വാക്യം നോക്കിക്കാട്ടെ. എൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേൾപ്പീൻ, ഞാൻ പ്രസ്താവിക്കുന്നത് നിങ്ങളുടെ ചെവിയിൽ കടക്കട്ടെ. അതെ, ഇയ്യോബ് പറയുന്നത് എൻ്റെ വാക്ക് ശ്രദ്ധിപ്പീൻ എന്നത്രേ. 18-ാം വാക്യം, ഇതാ ഞാൻ എൻ്റെ ന്യായങ്ങളെ ഒരുക്കിയിരിക്കുന്നു, ഞാൻ നീതീകരിക്കപ്പെടും എന്ന് ഞാൻ അറിയുന്നു. തൻ്റെ കേസ് ദൈവം മുൻപാകെ പോലും ന്യായീകരിക്കപ്പെടുന്നതാകുന്നു എന്നാണ് ഇയ്യോബ് ചിന്തിക്കുന്നത്. താൻ ന്യായീകരിക്കപ്പെടും എന്ന് തനിക്കറിയാം എന്നാണ് അവൻ പറയുന്നത്. എന്നാൽ ആരോ തനിക്ക് വേണ്ടി ആ നീതീകരണം നേടിയെടുത്തതാകുന്നു എന്ന് അവൻ അവകാശപ്പെടുന്നില്ല. തൻ്റെ സ്വന്തം കഴിവുകൊണ്ട് തന്നെ ആകുന്നു എന്നാണ് അവൻ ചിന്തിക്കുന്നത്. അതെ, ദൈവം മുൻപാകെ വരുന്നതിൽ എനിക്കൊരു ഭയവുമില്ല, എൻ്റെ പ്രവൃത്തികളൊക്കെ കുഴപ്പമില്ലാത്തതാകുന്നു എന്നെനിക്കറിയാം എന്ന് പറയുന്ന അനേകം ആളുകൾ ഇന്നുണ്ട്. ദൈവം മുൻപാകെ വരുന്നതിൽ എനിക്കൊരു ഭയവുമില്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. സുഹൃത്തെ, അങ്ങനെ താങ്കൾ ചിന്തിക്കുന്ന പക്ഷം എനിക്കൊരു കാര്യം താങ്കളോട് പറയുവാനുണ്ട്. നിങ്ങൾ പറയുന്ന പ്രവൃത്തികൾ ദൈവം മുൻപാകെ കുറ്റം വിധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതെ സുഹൃത്തെ, നാം എല്ലാം പാപികളാണ്. ദൈവത്തിനെതിരെ മറുതലിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. കാരണം നമ്മുടെ ഹൃദയങ്ങൾ ദുഷ്ടത നിറഞ്ഞതാണ്. ദൈവത്തിന് നമ്മെ കൂടാതെ ഈ ഭൂമിയിൽ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറയത്തക്കവണ്ണം നാം ആരും പ്രധാനപ്പെട്ടവരല്ല എന്നോർക്കണം. നാം ഇല്ലാതെ തന്നെ അവന് അവൻ്റെ പദ്ധതി ഭംഗിയായി മുൻപോട്ട് കൊണ്ടുപോകാവുന്നതാണ്. എന്നാൽ അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നതിനാൽ നാം നീതീകരിക്കപ്പെടുവാൻ അവിടുന്ന് ഒരു വഴിയൊരുക്കി എന്നതിനാൽ ദൈവത്തിന് സ്തോത്രം. ന്യായാധിപന് നമ്മോട് കരുണയുണ്ടായി നമ്മുടെ ശിക്ഷ ഏൽക്കുവാനായി തൻ്റെ സ്വന്തം പുത്രനെ അവൻ അയച്ചു. അവന് നമ്മെ നീതീകരിക്കുവാൻ കഴിയുന്ന കാരണം അതാകുന്നു. അതെ, 19-ാം വാക്യത്തിൽ നാം കാണുന്നു, എന്നോട് വാദിപ്പാൻ തുനിയുന്നതാർ, ഞാൻ ഇപ്പോൾ മിണ്ടാതിരുന്ന് എൻ്റെ പ്രാണൻ വിട്ടുപോകും. ഇത് രസമായിരിക്കുന്നു. ആരംഭത്തിൽ ഇയ്യോബ് പറഞ്ഞത് താൻ മരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നത്രേ. താൻ ജനിച്ചില്ലായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നു എന്നാണ് അവൻ പറഞ്ഞത്.
ഇപ്പോൾ അവൻ പറയുന്നത് താൻ മിണ്ടാതിരുന്നാൽ തൻ്റെ പ്രാണൻ വിട്ടുപോകും എന്നത്രേ. അത് ശരി, ഇയ്യോബേ, നീ മരിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്തുകൊണ്ടും മിണ്ടാതിരിക്കുന്നില്ല? അവനത് ചെയ്യില്ല എന്ന് നമുക്ക് കാണാവുന്നതാണ്. അവൻ വാതോരാതെ സംസാരിക്കുവാൻ പോകുകയാണ്. ഇതത്രേ ചെറിയ മനുഷ്യരായ നമ്മുടെ പ്രകൃതം. നമുക്കെല്ലാം വളരെ ഏറെ പറയുവാനുണ്ട്. 13 അധ്യായത്തിൻ്റെ 20 21 വാക്യങ്ങളിൽ നാം കാണുന്നത്, 2 കാര്യം മാത്രം എന്നോട് ചെയ്യരുതേ, എന്നാൽ ഞാൻ നിന്റെ സന്നിധി വിട്ട് ഒളിക്കുകയില്ല. നിന്റെ കൈ എങ്കിൽ നിന്ന് പിൻവലിക്കണമേ, നിന്റെ ഘോരത്വം എന്നെ ഭ്രമിപ്പിക്കരുതേ. ഇയ്യോബ് ആകെ ഭ്രമിച്ചിരിക്കുന്നതായ ഒരു മനുഷ്യനാണിപ്പോൾ. 22 വാക്യം, പിന്നെ നീ വിളിച്ചാലും ഞാൻ ഉത്തരം പറയും, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാം, നീ ഉത്തരമരുളണമേ. എന്താണ് ചെയ്യേണ്ടതെന്ന് ഇയ്യോബ് ദൈവത്തോട് പറയുന്നു. നമ്മിൽ പലരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നതില്ലേ? തങ്ങൾക്ക് മറുപടി കിട്ടിയിട്ടില്ലാത്ത പ്രാർത്ഥനകളുണ്ട് എന്ന് അനേകരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇല്ല, മറുപടി ലഭിക്കാത്ത പ്രാർത്ഥനകൾ ഒന്നുമില്ല. ദൈവം എല്ലായ്പ്പോഴും പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നു. കൂടുതൽ സമയവും ഇല്ല എന്ന മറുപടി ആയിരിക്കുമെന്ന് മാത്രം. കുറഞ്ഞത് എൻ്റെ പ്രാർത്ഥനകളിൽ ഭൂരിപക്ഷത്തിനും അവൻ ഇല്ല എന്ന മറുപടി നൽകി. എന്നാൽ അതും ഒരു മറുപടിയാണ് എന്നോർക്കുക. നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു വലിയ പങ്ക് ദൈവത്തിന് ആജ്ഞ കൊടുക്കുന്നത് പോലെയാകുന്നില്ലേ? അങ്ങനെ പറയുവാനുള്ള അവകാശം നമുക്കുണ്ടെന്ന് നാം തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്നു. അത് ചെയ്യുക, ഇതുപോലെ ചെയ്യുക എന്നുള്ള ആജ്ഞകൾ നാം ദൈവത്തിന് കൊടുക്കുന്നു. എന്നാൽ ദൈവം ഈ പറഞ്ഞതുപോലെ അല്ല പ്രവർത്തിക്കുന്നത്. നമ്മുടെ ആജ്ഞകൾ അനുസരിച്ചവൻ പ്രവർത്തിക്കുന്നില്ല. തൻ്റെ അവസ്ഥയെ എങ്ങനെ ദൈവം കൈകാര്യം ചെയ്യണമെന്ന് ദൈവത്തോട് ഇയ്യോബ് പറയുന്നു. എന്നാൽ ദൈവം പറയുന്നു, നിന്റെ പ്ലാനിൻ പ്രകാരമല്ല ഞാൻ പ്രവർത്തിക്കുന്നത്. എനിക്ക് എൻ്റേതായൊരു പ്ലാനുണ്ട്. ഞാൻ അത് നിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ പോകുകയാണ്. ഞാനാണ് തീരുമാനിക്കുന്നത് എങ്ങനെ പ്രവർത്തിക്കണം എന്ന്. പലരും കരുതുന്നത് തങ്ങളുടെ കരച്ചിലും ത്യാഗവും ഒക്കെ കാണുമ്പോൾ ദൈവം മനസ്സ് മാറ്റുമെന്നാണ്. അതല്ല എങ്കിൽ ദൈവത്തിന് നമ്മുടെ സാഹചര്യം ശരിക്കും അറിയുവാൻ പാടില്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാകുന്നു എന്ന് നാം ഒന്ന് വിശദീകരിച്ചാൽ കാര്യങ്ങൾ അവൻ നേരെയാക്കി തരുമെന്നത്ര പലരും ചിന്തിക്കുന്നത്. പ്രാർത്ഥനയുടെ ഉദ്ദേശം ദൈവത്തെ മാറ്റുവാനല്ല. ആർക്കാണ് ദൈവത്തിൻ്റെ മനസ്സ് മാറ്റുവാൻ കഴിയുന്നത്? ദൈവം തൻ്റെ പ്ലാനും പദ്ധതിയുമൊക്കെ റെഡിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അവൻ അറിയുവാൻ പാടില്ലാത്തത് എന്തെങ്കിലും നമ്മുടെ പ്രാർത്ഥനയിലൂടെ അവനെ അറിയിക്കുവാനും നമ്മെക്കൊണ്ട് സാധിക്കില്ല സുഹൃത്തെ. പ്രാർത്ഥനയുടെ പ്രഥമവും പ്രധാനവുമായ ഉദ്ദേശം നമ്മെ രൂപാന്തരപ്പെടുത്തുക എന്നതത്രേ. പ്രാർത്ഥന നമ്മെ ദൈവഹിതത്തിനായി ഒരുക്കുന്നു. ദൈവം നമ്മിൽ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം പ്രാപിക്കുവാൻ നാം തയ്യാറല്ലാത്ത അവസ്ഥയിൽ എത്ര പ്രാർത്ഥിച്ചാലും എന്താണ് പ്രയോജനം? പലർക്കും കേൾക്കുവാൻ സമയമില്ല, ചോദിക്കുവാൻ മാത്രമേ അറിയൂ. ചില കുട്ടികൾ ശാഠ്യം പിടിച്ച് കരയുന്നത് പോലെ ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നന്മയ്ക്കാണ്, നല്ലതാണ്. ദൈവത്തിനൊരു ആജ്ഞ കൊടുത്ത് തൻ്റെ കാര്യം അവനെക്കൊണ്ട് സാധിപ്പിക്കുവാൻ പോകുന്ന ആ വിധത്തിലാണ് ഇപ്പോൾ ഇയ്യോബിനെ കുറ്റപ്പെടുത്തി ഞാൻ അവന് നേരെ വിരൽ ചൂണ്ടുകയല്ല. കാരണം ഇതേ കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്, പലപ്പോഴും ചെയ്യാറുണ്ട്. 23 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, എൻ്റെ അകൃത്യങ്ങളും പാപങ്ങളും എത്ര, എൻ്റെ അതിക്രമവും പാപവും എന്നെ ഗ്രഹിപ്പിക്കണമേ. തിരുമുഖം മറച്ചുകൊള്ളുന്നതും എന്നെ ശത്രുവായി വിചാരിക്കുന്നതും എന്തിന്? പാറിപ്പോകുന്ന ഇലയെ നീ പേടിപ്പിക്കുമോ? ഉണങ്ങിയ താളടിയെ പിന്തുടരുമോ? ദൈവവുമായൊരു തർക്കത്തിന് തന്നെയാണ് ഇയ്യോബ് മുതിരുന്നത്. അതാണ് അവൻ ആഗ്രഹിക്കുന്നത്. തനിക്ക് എത്ര പാപം പറഞ്ഞു തീർക്കുവാനുണ്ടെന്നും എത്ര തെറ്റ് ചെയ്തിട്ടുണ്ടെന്നും പറയണം എന്നത്ര ഇയ്യോബ് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ തന്നെ എന്തിനാണ് ഇങ്ങനെ പീഡിപ്പിക്കുന്നത്? താൻ പാറിപ്പോകുന്ന ഒരു ഇല പോലെ ആകുന്നു എന്നാണ് ഇയ്യോബ് പറയുന്നത്. താൻ ആകെ തകർന്നു പോകുന്നു എന്നാണ് അവൻ വാദിക്കുന്നത്. 27-28 വാക്യങ്ങളിൽ, എൻ്റെ കാൽ നീ ആമത്തിലിട്ടു, എൻ്റെ നടപ്പൊക്കെയും കുറിച്ചു വെക്കുന്നു, എൻ്റെ കാലടികളുടെ ചുറ്റും വരവരയ്ക്കുന്നു. ഈ ജനം ചീഞ്ഞഴുകിയ വസ്തു പോലെയും പുഴുവരിച്ച വസ്ത്രം പോലെയും ഇരിക്കുന്നു. താൻ ആകെ ചീഞ്ഞു പോകുന്നു എന്നാണ് ഇയ്യോബിന് തോന്നുന്നത്. തൻ്റെ കഷ്ടങ്ങൾക്ക് യാതൊരു ന്യായീകരണവും തനിക്ക് കാണുവാൻ കഴിയുന്നില്ല. എത്ര പരിതാപകരമായ സ്ഥിതിയില്ലേ? നമ്മിൽ പലർക്കും പറ്റുന്ന വലിയ അബദ്ധം ഇതാണ്. ആരംഭത്തിൽ പിടിച്ചു നിന്നു, മുൻപോട്ട് പോയപ്പോൾ നാം സ്വയം നീതീകരിക്കുവാൻ ശ്രമിക്കുന്നു. ഇത് ജീവിതത്തിൽ ഒരിക്കലും നമ്മെ ദൈവത്തോട് അടുപ്പിക്കില്ല. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടതകൾ നാം എപ്പോഴും ദൈവത്തോട് അടുത്ത് ചെല്ലുന്നതിനുള്ള ഉപാധിയായി കണ്ട്
അവനോട് അടുത്ത് ചെല്ലേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ നമ്മുടെ ദൈവത്തോട് നമ്മെ അടുപ്പിക്കുന്നതാകണം, അകറ്റിക്കൊണ്ടു പോകുവാൻ ഇടയാകരുത്. താങ്കളുടെ ജീവിതത്തിൽ താങ്കൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എങ്ങനെ ദൈവത്തോട് താങ്കളെ അടുപ്പിക്കുന്നതാകും എന്ന് സ്വയം ചിന്തിച്ചാട്ടെ. ഇന്നത്തെ ഈ പഠനം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ദൈവവചനത്തിലൂടെ ആശ്വാസം പ്രാപിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇനിയും വേറൊരു ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം.